CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ടാമത്തെ മകനായിട്ടുള്ള ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് ആണ് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. മയക്കുമരുന്ന് കച്ചവടവുമായി, മയക്കുമരുന്ന് മാഫിയയുമായുള്ള ബന്ധം സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ ഇതിനുള്ളിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ മൊഴിയൊക്കെ ഇതിനുള്ളിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. മയക്കുമരുന്ന് മാഫിയ തലവനായിട്ടുള്ള മുഹമ്മദ് അനൂപുമായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ ഫോൺ വിളികൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യാൻ ഉള്ള സാധ്യതകളും നിലനിൽക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ അദ്ദേഹം സമയം ചോദിച്ചെങ്കിലും ആ സമയം അനുവദിക്കാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് വിളിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തോ അടിയന്തരമായിട്ടുള്ള ഒരു സാഹചര്യവും അതിനകത്ത് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടോ എന്നുള്ള സംശയവും പലരും ഉയർത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ ബിസിനസ് താല്പര്യങ്ങൾ, അനധികൃതമായ ബിസിനസ് താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കോടിയേരി ബാലകൃഷ്ണന്റെ മകന് വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് കൊണ്ടുപോകാനുള്ള കഴിവോ ഇതൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. ഇവിടെ തിരുവനന്തപുരത്ത് മാരിവാനീസ് കോളേജിൽ പഠിക്കാൻ വന്നതിന് ശേഷം ഇവിടെ ചില ഗുണ്ടാ പ്രവർത്തനങ്ങളും ചില തമ്മിത്തല്ലും ഒക്കെ ആയിട്ട് നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തെ പിന്നീട് നമ്മൾ കേൾക്കുന്നത് രവി പിള്ളയുടെ കമ്പനിയിൽ വൈസ് പ്രസിഡന്റായി 1.5 ലക്ഷം രൂപ ശമ്പളത്തിന് ഗൾഫിലിരിക്കുന്നു എന്ന് നമ്മൾ കേട്ടു. അപ്പോൾ തന്നെ നമുക്ക് അത്ഭുതമാണ് തോന്നിയത്. അതിനെ തുടർന്ന് കുറെ വർഷങ്ങളായി, ഒരു പതിറ്റാണ്ടിലേറെയായി ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കേട്ടിരുന്നു നമ്മൾ. പക്ഷെ എന്ത് ബിസിനസ് ആണെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്കൊന്നും അറിയുമായിരുന്നില്ല. എന്നാൽ അദ്ദേഹം നടത്തുന്ന അനധികൃതമായിട്ടുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിശദാംശങ്ങൾ ഇപ്പോ നമ്മുടെ കൈവശം എത്തിയിരിക്കുകയാണ്. ആ വിശദാംശങ്ങളൊന്ന് ചർച്ച ചെയ്യുക. അതിൽ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിനീഷ് കോടിയേരിയുടെ ബിനാമികളായി പ്രവർത്തിക്കുന്നവർ ആരാണെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ചില സൂചനകൾ നൽകുക. അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബിനീഷ് കോടിയേരിക്ക് നേരിട്ടോ അല്ലെങ്കിൽ ബിനീഷ് കോടിയേരിക്ക് പരോക്ഷമായോ അല്ലെങ്കിൽ ബിനീഷ് കോടിയേരി ബിനാമികൾ വഴിയോ നടത്തുന്ന ചില കമ്പനികൾ, ആ കമ്പനികളുടെ പേര് വിവരങ്ങൾ, അതിൽ ബിനീഷ് കോടിയേരി നേരിട്ട് ഇടപെട്ടിട്ടുള്ള കമ്പനികളുണ്ട്, ബിനീഷ് കോടിയേരി ബിനാമികളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കമ്പനികളുണ്ട്. അങ്ങനെ രണ്ട് വിഭാഗത്തിലുള്ള കമ്പനികളുണ്ട്. അതുപോലെ തന്നെ ബിനീഷ് കോടിയേരി മാത്രമല്ല, EP ജയരാജന്റെ മകന് പങ്കാളിത്തമുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുണ്ട്. PK ശ്രീമതിയുടെ മകൻ സുധീർ നമ്പ്യാർ ഇടപെട്ടു എന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കമ്പനിയുടെ വിശദാംശങ്ങളുണ്ട്. ആ വിശദാംശങ്ങളാണ് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഏതാണ്ട് ഒരു ഡസനോളം കമ്പനികളുണ്ട്. ആ കമ്പനികളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ആ ഒരു ഡസനോളം കമ്പനികളുണ്ട്. ആ ഒരു ഡസനോളം കമ്പനികൾ എന്ന് പറയുമ്പോൾ ആ കമ്പനികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിനീഷ് കോടിയേരി നേരിട്ട് ബന്ധമുള്ള കമ്പനികൾ, ബിനീഷ് കോടിയേരിയുടെ ബിനാമികൾ നടത്തുന്ന കമ്പനികൾ, അങ്ങനെ 1-2 വിഭാഗങ്ങളാണ് ഉള്ളത്. അങ്ങനെയുള്ള ഏതാണ്ട് ഒരു ഡസനോളം കമ്പനികളുണ്ട്. ഈ ഒരു ഡസനോളം കമ്പനികൾ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആദ്യമായി കാണാൻ കഴിയുന്ന കാര്യം, ഇതിൽ ഏതാണ്ട് 90-95% കമ്പനികളും പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ്. 2006-2011 കാലഘട്ടത്തിലും 2016-20 കാലഘട്ടത്തിലുമാണ് ഈ ബിനീഷ് കോടിയേരി നേരിട്ടോ അല്ലെങ്കിൽ ബിനാമികളുമായി ബന്ധപ്പെട്ടോ നടത്തുന്ന ഈ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തനം ആരംഭിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൽ തന്നെ പലതരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്. അതിൽ ഈ ഫോറക്സ് സ്ഥാപനങ്ങളുണ്ട്. ഈ വിദേശ ഫോറിൻ എക്സ്ചേഞ്ച്, അതായത് പണമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വിദേശ കറൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടുന്ന നിലയിലുള്ള 2-3 കമ്പനികളുണ്ട്. ആ കമ്പനികളിൽ ഒന്ന് BEE ക്യാപിറ്റൽ ഫോറക്സ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളതാണ്. BEE ക്യാപിറ്റൽ ഫോറക്സ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, അത് 2015 ആരംഭിച്ചത്. അതുപോലെ തന്നെ B ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ഈ 2 കമ്പനികളും 2015 ആരംഭിച്ചത്. ഈ 2 കമ്പനികളിലും ബിനീഷ് കോടിയേരിക്ക് നേരിട്ട് പങ്കാളിത്തമുണ്ട്. അതിൽ ഈ 2 കമ്പനികളും ഏതോ ഒരു കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചതായിട്ടും നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ള 2 കമ്പനികളുടെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞത്.
എന്നാൽ 2006 ആരംഭിച്ച മറ്റൊരു കമ്പനിയുണ്ട്, ട്രാവൽ ലക്ക് ഫോറക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. അത് പിന്നെ ബിനീഷ് കോടിയേരി നേരിട്ട് നടത്തുന്നതല്ല, അദ്ദേഹത്തിന്റെ ഒരു ബിനാമി ആണ് എന്ന ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഒരാൾ ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അത് 2006 5/12/2006 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആ കമ്പനി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വേറെ ചില കമ്പനികളുണ്ട്. ഉദാഹരണത്തിന് UAFX സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. അത് പ്രവർത്തനം ആരംഭിച്ചത് 2020 2018 UAFX പറഞ്ഞ കമ്പനി ഇപ്പോൾ വിവാദത്തിലായിട്ടുള്ള കമ്പനിയാണ്. ആ കമ്പനിയാണ് സ്റ്റാമ്പിങ്, ഈ വിസ സ്റ്റാമ്പിങ്ങിന്റെ കരാറ് ലഭിച്ചിട്ടുള്ള കമ്പനി. 2 കമ്പനികളിൽ ഒരു കമ്പനിയാണ് അത്. സ്വപ്ന സുരേഷിന്റെ ഇടപെടലിലൂടെയാണ് ആ കമ്പനിക്ക് ഇത് കിട്ടിയത് എന്നുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ആ കമ്പനിയിലും ബിനീഷ് കോടിയേരിയുടെ ബിനാമി ഉണ്ടോ എന്നുള്ള സംശയം ആരോപണം ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ KK റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പാറമടയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിൽ ബിനീഷ് കോടിയേരിയുടെ ബിനാമി ഉണ്ടോ എന്നുള്ള സംശയം ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഖിൽ ബീച്ച് റിസോർട്ട് എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. അതൊരു ബീച്ച് റിസോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനിയാണ്. അപ്പൊ പലതരത്തിലുള്ള കമ്പനികളുണ്ട്. ഒന്ന് ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികളുണ്ട്, ഒന്ന് വിസ സ്റ്റാമ്പിങ്ങുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട്, പാറമടയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ കമ്പനിയുണ്ട്, സേഫ് സോഴ്സ് സിസ്റ്റംസ് ആൻഡ് ഡേറ്റ സർവീസ് പറഞ്ഞിട്ട് ഒരു കമ്പനിയെ കുറിച്ചിട്ട് പറയുന്നത് 2010 അതും ആരോപണം ഉയർന്നിട്ടുള്ള ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ ബീച്ച് റിസോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനിയുണ്ട്. അതുപോലെ തന്നെ ടോറസ് റെമഡീസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്. അത് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് മരുന്ന് ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടും മെഡിക്കൽ എക്യുപ്മെന്റുകളുടെ ഇറക്കുമതിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നിട്ടുള്ള ഒരു കമ്പനിയാണ് ടോറസ് റെമഡീസ്. ആ ടോറസ് റെമഡീസ് പറഞ്ഞ കമ്പനി ഇന്നില്ല. ആ കമ്പനിയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനും ശ്രീമതിയുടെ മകനുമായി ചേർന്ന് നടത്തുന്നുള്ള ആരോപണം ഉയർന്നിട്ടുള്ള കമ്പനിയാണ് ആ കമ്പനി. അപ്പൊ ഏതാണ്ട് ഒരു ഡസനോളം കമ്പനികൾ, അത് ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾ, ബീച്ച് റിസോർട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾ, സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾ, വിസ സ്റ്റാമ്പിങ്ങുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾ, അങ്ങനെ ഒരു 4-5 തരത്തിലുള്ള കമ്പനികളാണ് ഈ ബിനീഷ് കോടിയേരിയുടെ നേരിട്ടുള്ള ഇടപെടലോ അല്ലെങ്കിൽ ബിനാമികളുടെ ഇടപെടലിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പ്രവർത്തനം ആരംഭിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്ന കമ്പനികൾ. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കമ്പനികളിൽ ബിനീഷ് കോടിയേരിയുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ബി ക്യാപിറ്റൽസ് ഫോറക്സ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡും ബി ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസും, അത് രണ്ടുമാണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബിനീഷ് കോടിയേരിയുടെ ബിനാമികളാണ് എന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പങ്കാളിത്തമുള്ള കമ്പനികളെ കുറിച്ചിട്ടാണ്. അത് പ്രധാനമായും നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 3 പേരാണ് ബിനാമികളാണ് എന്നുള്ള നിലയിൽ ആരോപണം ഉയർന്നിട്ടുള്ളവർ. അതിലൊരാളുടെ പേര് തെക്കേവിളയിൽ അമീർ കണ്ട് റാവുത്തർ അബ്ദുൽ ലത്തീഫ് എന്നാണ്. തെക്കേവിളയിൽ അമീർ കണ്ട് റാവുത്തർ അബ്ദുൽ ലത്തീഫ്. അദ്ദേഹം UAFX സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. ട്രാവൽ ലക്ക് ഫോറക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ 2 കമ്പനികളിൽ ഈ തെക്കേവിളയിൽ അമീർ കണ്ട് റാവുത്തർ അബ്ദുൽ ലത്തീഫ് ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. അദ്ദേഹം ബിനീഷ് കോടിയേരിയുടെ ബിനാമിയാണ് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. രണ്ടാമത്തെ ആളുടെ പേര് അരുൺ വർഗീസ് എന്നാണ്. ഈ അരുൺ വർഗീസ് എന്ന് പറയുന്ന ആള് 8 കമ്പനികളുടെ മാനേജിംഗ് ഡയറക്ടർമാരാണ്. അദ്ദേഹവും ബിനീഷ് കോടിയേരിയുടെ ബിനാമിയാണ് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. ഈ അരുൺ വർഗീസ് എന്ന് പറഞ്ഞ ആള് ട്രാവൽ ലക്ക് ഫോറക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, UAFX സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, KK റോക്സ് ആൻഡ് ഗ്രാനൈറ്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടക്കൽ ഗ്രാനൈറ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, AVJ സിമന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, AVJ റെഡി മിക്സ് ആൻഡ് ബ്ലോക്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, കോഫി ബീൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, സേഫ് സോഴ്സ് സിസ്റ്റംസ് ആൻഡ് ഡേറ്റ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അങ്ങനെ 8 കമ്പനികളിൽ അദ്ദേഹത്തിന് ഡയറക്ടർഷിപ്പ് ഉണ്ട്. അദ്ദേഹവും ഈ ബിനീഷ് കോടിയേരിയുടെ ബിനാമിയാണ് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. മൂന്നാമത്തെ ആളുടെ പേര് സുജാതൻ സരസ്വതി ചെല്ലൻ എന്നാണ്. ഈ സുജാതൻ സരസ്വതി ചെല്ലൻ എന്ന് പറഞ്ഞാൽ 4 കമ്പനികളിൽ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. അദ്ദേഹവും ഈ കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ ബിനാമിയാണ് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. അതിലൊന്ന് അഖിൽ ബീച്ച് റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ അദ്ദേഹമുണ്ട്. കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ അദ്ദേഹമുണ്ട്. ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ EP ജയരാജന്റെ മകനായിട്ടുള്ള പുതുശ്ശേരി കോറോത്ത് ജെയ്സണാണ്. അദ്ദേഹം ഈ സുജാതൻ സരസ്വതി ചെല്ലൻ ആ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. UAFX സൊല്യൂഷൻസ് എന്ന് പറയുന്ന വിസ സ്റ്റാമ്പിങ്ങിന്റെ കരാറ് കിട്ടിയിട്ടുള്ള ആ കമ്പനിയിലും ഇദ്ദേഹം ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. അതുപോലെ തന്നെ ട്രാവൽ ലക്ക് ഫോറക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിലും ഈ സുജാതൻ സരസ്വതി ചെല്ലൻ എന്ന് പറയുന്ന ആള് ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. അദ്ദേഹവും കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ ബിനാമിയാണ് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ ആനന്ദ് പത്മനാഭൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ പേരും ഉയർന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം ടോറസ് റെമഡീസിലും ബുൾസ് ഐ കൺസെപ്റ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ 2 കമ്പനികളിലും മാനേജിംഗ് ഡയറക്ടറാണ്. അതിൽ ടോറസ് റെമഡീസ് എന്ന് പറഞ്ഞ കമ്പനി, ഈ 2 കമ്പനികളിലും ആനന്ദ് പത്മനാഭൻ, അദ്ദേഹത്തെ കുറിച്ചും ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവസാനമായി നമുക്ക് പറയാനുള്ളത് കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ്. ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ മാനേജിംഗ് ഡയറക്ടർ ഇ പി ജയരാജന്റെ മകനാണ് കോറോത്തു ജെയ്സൺ. ആ കമ്പനിയിലും കോടിയേരി ബാലകൃഷ്ണന്റെ ബിനാമിയാണെന്ന് പറഞ്ഞ സുജാതൻ സരസ്വതി ചെല്ലൻ എന്ന് പറഞ്ഞ അദ്ദേഹം ആ വ്യക്തി ഡയറക്ടർ ബോർഡിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെതാണ് ബിനോയ് മാർബിൾസ്, ബിനോയ് ഗ്രാനൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം അദ്ദേഹത്തിൻ്റെതാണ് എന്നുള്ള ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച തെക്കേവിളയിൽ അമീർ ഖണ്ഡ് റാവുത്തർ അബ്ദുൽ ലത്തീഫ് എന്ന് പറഞ്ഞ ആള് കാർ പാലസ് എന്ന് പറയുന്ന കേശവദാസപുരത്ത് പ്രവർത്തിക്കുന്ന, തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലക്ഷങ്ങളുടെ കച്ചവടം നടക്കുന്ന കാർ പാലസ് എന്ന് പറഞ്ഞ ഓട്ടോമൊബൈൽ സ്ഥാപനത്തിന്റെ ഉടമയാണ് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. ഈ ഉടമയ്ക്ക്, ഈ അബ്ദുൽ ലത്തീഫിന് ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്ന് പറഞ്ഞിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് കൊടുത്തതായിട്ടും നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ മുന്നോട്ട് വെച്ചത് ഊഹാപോഹങ്ങളല്ല, കൃത്യമായിട്ടുള്ള തെളിവുകളാണ്. ഈ കമ്പനികളെല്ലാം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൈവശമുണ്ട്. അവരതുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോ ബിനീഷ് കൊടിയേരിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ ചോദ്യം ചെയ്തത് ബിനീഷ് കൊടിയേരിക്ക് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ബിനീഷ് കൊടിയേരി വഴി നടന്നിട്ടുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കാരണം നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടത്. അത് ഇ ഡിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമല്ല. ഇ ഡി പ്രധാനമായും അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് അന്വേഷിക്കുന്നത്. അതിൽ തന്നെ അവർ പ്രധാനമായി അന്വേഷിക്കുന്ന പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഒരു മേഖലയാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ജൂറിസ്ഡിക്ഷനിലുള്ള മേഖല ഇ ഡിയുടെ. അപ്പൊ സ്വാഭാവികമായും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കോടിക്കണക്കിന് പണം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. അപ്പൊ ആ പശ്ചാത്തലത്തിൽ ഈ പണം കൈമാറ്റം ചെയ്തതിൽ ബിനീഷ് കൊടിയേരിയുടെ നേതൃത്വത്തിലുള്ള കമ്പനികൾക്ക് പങ്കുണ്ടോ എന്നുള്ള അന്വേഷണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ബി ക്യാപിറ്റൽ ഫോറസ്റ്റ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി, ബി ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി, ട്രാവൽ ലെക്ക് ഫോറസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി. ഈ കമ്പനികളിലൊക്കെ ബിനീഷ് കൊടിയേരിക്ക് നേരിട്ടും ബിനീഷ് കൊടിയേരിക്ക് ബിനാമികൾ വഴിയും ബന്ധമുണ്ട് എന്നുള്ള ആരോപണം എന്നുള്ളത് സംബന്ധിച്ചിട്ട് ഉള്ള തെളിവുകൾ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള പണമിടപാടുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ 2ാമത്തെ മകൻ ബിനീഷ് കൊടിയേരിക്ക് ബന്ധമുണ്ട് എന്നുള്ളത് ഏതാണ്ട് സംശയലേശമന്യേ ഇതിനുള്ളിൽ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ജനൻ ടിവിയിലെ അനിൽ നമ്പ്യാർ എന്ന് പറഞ്ഞ അവിടുത്തെ കോർഡിനേറ്ററിംഗ് എഡിറ്ററെ കസ്റ്റംസ് തെളിവെടുപ്പിന് വിളിച്ചപ്പോൾ ബി ജെ പിക്ക് അതിനകത്ത് ബന്ധമുണ്ട് എന്നുള്ള നിലയിൽ വലിയ പ്രചരണമാണ് CPM നടത്തിയതെങ്കിൽ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ബിനീഷ് കൊടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുള്ള സാഹചര്യത്തിൽ CPM-നും അതിൽ നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ള ആരോപണം ശക്തമായി ഉയർന്നു വരും. അതിനെ പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവസാനമായി സൂചിപ്പിക്കാനുള്ളത് CPM എന്ന് പറയുന്ന ഈ വിപ്ലവ പാർട്ടി, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ജീർണതയുടെ ഏറ്റവും പരകോടിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നത്. ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ മയക്കുമരുന്ന് മാഫിയയുമായുള്ള ബന്ധം സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ പുറത്തു വന്ന ആ ജീർണതയുടെ ഭാഗമാണ്. ഇനി അടുത്ത ചോദ്യം ചെയ്തൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടേതായിരിക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് പാർട്ടിയുടെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് വലിയ പ്രതിഷേധത്തിനും രോഷത്തിനും ഇടവരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.